ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സ്ചറാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 1 നുള്ള് സോഡാപ്പൊടി, ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. ഈ പരുവത്തിലാണ് ഞാൻ കലക്കിയെടുത്തത്. തീരെ വെള്ളമായി പോകരുത്. എണ്ണ ചൂടാക്കിയ ശേഷം ബൂന്തി ഉണ്ടാക്കുന്ന കണ്ണാപ്പ അല്ലെങ്കിൽ സാധാരണ കണ്ണാപ്പ അതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ വീഴും. എണ്ണ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഞാൻ മുളക് പൊടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ലായിരുന്നു, ഈ മാവിൻ്റെ കൂടെ ചേർത്തിട്ടില്ലായിരുന്നു. ഞാൻ മിക്സ്ചറെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് മുളക് പൊടി ഇട്ട് മിക്സ് ആക്കിയത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ കടലമാവിൽ തന്നെ മുളക് പൊടി ചേർക്കാം. ഇനി അടുത്തത് സേവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലമാവ് കുഴയ്ക്കുകയാണ്. ഉപ്പ്, കടലമാവ്, സോഡാപ്പൊടി ഇത് ഇത്രയും മിക്സാക്കി ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കും പോലെ എടുത്തിരിക്കുകയാണ്. ഇനി എണ്ണയിലോട്ട് ആക്കി കൊടുക്കുക. ഇടിയപ്പ നാഴിയിൽ, അതായത് സേവനാഴിയിൽ ഇടിയപ്പത്തിൻ്റെ ചില്ലിട്ടാണ് ആ മാവ് എടുത്തിരിക്കുന്നത്. നല്ല ബ്രൗൺ കളറിലാവണ്ട, ഒന്ന് ജസ്റ്റ് ആയ എണ്ണ തന്നെ എടുത്തേക്കാം. അതിരുന്ന് ക്രിസ്പ് ആയിക്കൊള്ളും. ഇനി അടുത്തത് നിലക്കടലയും പൊട്ടുകടലയും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട്. അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിന് കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ ഒന്നിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതെല്ലാം ആക്കി കഴിഞ്ഞ ശേഷം ബൂന്തി എടുത്തിട്ടുണ്ട്. അടുത്ത സേവ് പൊടിച്ചെടുക്കുകയാണ്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടലയും നിലക്കടല എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും കൂടെ ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ കാഷ്യൂനട്ടും ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സാക്കി ഇനി കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ടു ഫ്രൈ ചെയ്യണം. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാം. കറിവേപ്പില ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് അതിലേക്ക് മുളക് പൊടി 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മിക്സ്ചർ തയ്യാറെടുക്കാം. ഓരോ കപ്പ് വീതമാണ് ഞാൻ എടുത്തത്, കടലമാവ് എടുത്തത്. ഇത്രയും നമുക്ക് തയ്യാറാക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള മിക്സ്ചർ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.